ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമരാവതി ഡാമും അമരാവതി ക്രോക്കോഡൈൽ സെൻറ്ററും കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ മുൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി മുൻ വീഡിയോ കാണുക. ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിനുശേഷം മാത്രം സെക്കൻഡ് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡാം പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇറച്ചൽപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ഒരു മുനിയറയുണ്ട്. ആ മുനിയറ ഇവിടെ കണ്ടിട്ട് വേണം നമുക്ക് ഇറച്ചൽപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകാൻ. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഉല്ലാസനുണ്ട്, സായിച്ചേട്ടുണ്ട്, നമ്മുടെ സിസ് കൗണ്ടി മാനേജർ അകത്തിരിക്കുകയാണ്. ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ മിസ്സായി പോയ ഒരു വാട്ടർഫാൾസ് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ലക്കം വാട്ടർഫാൾസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൃഗങ്ങളെ കാണാൻ വേണ്ടി പെട്ടെന്ന് പോയത് കൊണ്ട് ഈ സ്ഥലം മിസ്സായിപ്പോയി. പക്ഷേ വാട്ടർഫാൾസ് കുറച്ച് ദൂരെയാണ്. നമുക്ക് ഈ കാണുന്ന ഈ റോഡിൻ്റെ ഈ വശത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വട്ടമിട്ട് കാണിക്കാം. അവിടെയാണ് വാട്ടർഫാൾസ്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ്. 50 രൂപയാണ് ഇതിനകത്ത് കയറാൻ ഒരാൾക്കുള്ള എൻട്രി ഫീസ്. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് സംവിധാനമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വാട്ടർഫാൾസിൽ കുളിക്കാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വരിക, ഇത് കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. അപ്പോൾ ഇതാണ് ആനക്കോട്ടപ്പാറ പാർക്ക്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാൾക്ക്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശന സമയം. ആനക്കോട്ടപ്പാറ പാർക്കിലെ മുനിയറ കാണാൻ വേണ്ടിയാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല കിട്ടിലം മഴ. ഞങ്ങളിലാണെങ്കിൽ 2 കുടയേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളെ എൻട്രൻസിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഈ മുനിയറ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുനിയറ എന്ന് പറയുന്നത് പ്രാചീന കാലത്തുള്ള മുനിമാരുടെ ശ്മശാനങ്ങളാണോ അതോ മുനിമാർക്ക് ധ്യാനിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നോ എന്ന് ഇന്നും ചരിത്രകാരന്മാർക്ക് പോലും സംശയമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ നിൽക്കുന്ന മലയിൽ മാത്രമല്ല, അതിൻ്റെ നേരെ എതിരെയുള്ള മലയിലും ഇഷ്ടംപോലെ മുനിയറകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നല്ല മഴയും നല്ല വഴുക്കലും ഉള്ളതിനാൽ നമുക്ക് അവിടെ പോയി അത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്ന് പോയി കാണുക. ഇഷ്ടംപോലെ മുനിയറകൾ നമുക്കിവിടെ കാണാം. പുറത്ത് നല്ല മഴ പെയ്യണുണ്ട്. ഞങ്ങൾ മഴയത്താണ് ഇപ്പം ഇറച്ചൽപ്പാറ വാട്ടർഫാൾസ് കാണാൻ പോകുന്നത്. റോഡാണെങ്കിൽ വളരെ മോശമാണ്. ഇപ്പം ഈ കാണുന്നതാണ് കുറച്ചെങ്കിലും കൊള്ളാവുന്ന റോഡ്. ഇങ്ങോട്ട് വന്നതെല്ലാം ഭയങ്കര ഗട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മറയൂരിൽ നിന്നും നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ കോവിൽ കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഇറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 400 മീറ്ററോളം ഉയരത്തിൽ നിന്നുമാണ് ശക്തിയില്ലാത്ത രീതിയിൽ ഈ വാട്ടർഫാൾ ഇങ്ങനെ താഴേക്ക് വരുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ടുള്ളത്, ഈ മഴയുള്ള സമയത്തായിരിക്കും ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അല്ലാത്ത സമയത്ത് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് വേണം, ആരുടെങ്കിലും അന്വേഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ.
വാട്ടർഫാൾ കണ്ടിട്ട് ഇനി എങ്ങോട്ടാണ് അടുത്ത യാത്ര? അയ്യോ, നല്ല റോഡാണ് കേട്ടോ, ഭയങ്കര കുലുക്കവും കാര്യങ്ങളും. അപ്പൊ എങ്ങോട്ടാണ് ഇനി അടുത്ത് നമ്മള് കാന്തല്ലൂർ പോകും. കാന്തല്ലൂര് നമ്മള് ഫ്രൂട്ട്സ് ഫാമുകളാണ്. ഓക്കെ. പക്ഷെ റോഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി റോഡെന്ന് പറഞ്ഞാൽ നടുപൊടിയും. കാണാൻ വരുന്നവര് നല്ല പക്ക ടാറിക്കോടെ കൂടെ മാത്രം മൂന്നാർ കാണാൻ വന്നാ പോരണ്ട. അത്യാവശ്യം ഓഫ് റോഡ് കൂടി എക്സ്പീരിയൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അത്രേ ഉള്ളൂ സൗന്ദര്യം. രണ്ട് റോഡിൽ മെയിൻ റോഡിൽ മാത്രം എന്ത് മൂന്നാറ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മറയൂർ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ഇവിടെയാണ് ശർക്കര ഉണ്ട്, അക്ഷയ ശർക്കര യൂണിറ്റ് മറയൂർ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. എന്നിട്ട് നമുക്ക് ശർക്കര ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ വലിയൊരു വാർപ്പിനകത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇതിനകത്ത് ഇപ്പം? കരിമ്പിൻ്റെ നീരാണല്ലേ? ഓ ശരി. അതിനകത്തിട്ട് എത്ര മണിക്കൂർ? 3.5 മണിക്കൂർ. അപ്പോൾ കരിമ്പിൻ്റെ നീര് ഇതിനകത്തിട്ട് 3.5 മണിക്കൂർ തിളപ്പിച്ചാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത്. ഇതിപ്പം കുറുകി കഴിഞ്ഞിട്ട് ഇതിലോട്ട് കൊണ്ടുവരും, അങ്ങനെയാണ് തണ്ടി. ഓ വാൽവാണ് അല്ലേ, അത് പൊക്കും. ഓക്കെ. ഓ അങ്ങനെ ഉരുട്ടിയാണ്. അത് ശരി. ഇതിനകത്ത് ശർക്കര വേറെ എന്തെങ്കിലും ചേർക്കുമോ? ശർക്കര കുമ്മായം. അതെന്തോ എന്തോ ഉരുണ്ട പിടിക്കാൻ അല്ലേ? സാധാരണ കുമ്മായോ? കക്ക മേടിച്ച് നീറ്റി തെള്ളിയെടുക്കും. ഓ എന്നാലും മുറുക്കം കിട്ടുള്ളൂ. അതൊരു 100 ഗ്രാം ഇട്ട് 50 ഗ്രാം തിരിച്ചു പോയി ചെളിയെടുക്കും. ചെളിയെടുക്കുമ്പോൾ കുറച്ച് വേണം, കുറച്ചൊരു വേണം, നല്ലൊരു കിട്ടത്തില്ല. പണ്ട് നമ്മള് കുമ്മായം ചേർത്ത്. എന്താണ് ഇതിന്റെ അടിയിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കുന്നത്? എന്ത് വിറകാണോ? ഇതിന്റെ ചണ്ടി തന്നെ. ഇതിന്റെ ചണ്ടി തന്നെ വേണം. വിറകൊക്കെയെന്ന് പറയുമ്പോൾ ഒരു 200 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. ഈ ഒറ്റ ഇതിൽ തന്നെ എത്ര ശർക്കര കിട്ടും? എത്ര കിലോ? ആ ഒരു പാത്രം പറ്റിക്കുവാണെങ്കിൽ 200 ഗ്രാം. ഇതോ? അതിൻ്റെ ആ ഒരു പാത്രമാണ് നീര് കണക്ക്. പിന്നെ നമ്മളിവിടെ ലൈവ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ജ്യൂസ് എടുക്കുന്ന മെഷീനാണ് കേട്ടോ. ഇനി വേറൊരു മെഷീൻ കാണിച്ചു തരാം. ഈ മെഷീൻ കണ്ടോ? ഈ മെഷീൻ ശർക്കരയ്ക്ക് വേണ്ടി കരിമ്പിൻ ജ്യൂസ് എടുക്കുന്ന മെഷീനാണ്. ഫസ്റ്റ് ഇതിനകത്ത് ജ്യൂസ് എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് നമ്മുടെ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് മാറ്റും. ആ ടാങ്കിൽ നിന്ന് അടുത്ത നമ്മുടെ ഇതിലേക്ക് നമുക്ക് മറ്റേ ജ്യൂസ് അടിച്ചില്ലേ, അതിന്റെ ചെറിയ അത് ചെറുത്, ഇത് വലുത്. ഇതിലേക്ക് മോട്ടറാണ് മോട്ടർ ഉണ്ട്. ജ്യൂസ് നേരെ എടുത്ത് അങ്ങോട്ടേക്ക് ഒഴിച്ച് അവിടുത്തെ ആ ഒരു ടാങ്ക് എത്ര 700 ലിറ്ററോ ആ അതിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് മറ്റേ നമ്മുടെ വലിയ പാത്രത്തിലേക്ക് മാറ്റും. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അത് കാന്തല്ലൂർ. അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനത്തെ സ്പോട്ട്. ഞാനും സായി ചേട്ടനും ഉല്ലാസ് ബോയും കൂടെ ഇപ്പോൾ സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ കാന്തല്ലൂരിൽ നിൽക്കുകയാണ്. കാന്തല്ലൂരിലാണ് ഈ സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. പക്ഷേ ഇവിടെ ഒടുക്കത്തെ മഴ, അപ്പം കുടയും പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിസ് കൗണ്ടി റിസോർട്ടിൻ്റെ മാനേജർ വന്നിട്ടില്ല, പുള്ളി കാറിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം മഴയാണ്ട് നമുക്ക് 2 കുടയേ ഉള്ളൂ. ഈ കുട വെച്ചുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? ഇതിനകത്ത് എൻട്രി ഫീസ് പറഞ്ഞത് 15 രൂപയാണ് ഇതിനകത്തുള്ള എൻട്രി ഫീസ്. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പേരയൊക്കെ ഇഷ്ടംപോലെ കാച്ചു കിടപ്പുണ്ട്. ഇപ്പോൾ കുഞ്ഞ് പേരൊക്കെയാണ്, സമയമായില്ല. ഇവിടെ എന്താണ് എന്തോ ഒരു സാധനം.
പൂക്കളും എല്ലാം ഉള്ള ഒരു ഗാർഡനാണ്. അകത്തോട്ട് പോയി നോക്കാം. സബർജിലിയാണ് കേട്ടോ കാഴ്ച കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലാണല്ലേ ഫാഷൻ ഫ്രൂട്ട് അടത്തെടുക്കുന്നത്? ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് വേറെ എന്തുകൊണ്ട് കിവി 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 രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ആ മരത്തക്കാളിയാണ് കേട്ടോ. മരത്തക്കാളിയല്ല, മരത്തക്കാളി, മരത്തിലുണ്ടാക്കുന്ന തക്കാളി. ഇത് കഴിക്കാൻ, ഇത് കറി വയ്ക്കാൻ ഉള്ള ഫ്രൂട്ട്സാണ് കഴിക്കുന്ന. ഓക്കെ, ഇവിടെ എല്ലാം ഒന്ന് കാഴ്ച കിടക്കുക. ഓ പോണ്ട, ആപ്പിൾ വയ്ക്കുന്നുണ്ടോ? വലയിട്ട് നിർത്തിയിരിക്കുകയാണ് പക്ഷികളൊന്നും വന്ന് അടിച്ചോണ്ട് പോകാതിരിക്കാൻ. ഉണ്ടോ? ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സും പൂന്തോട്ടവും ഒക്കെ കാണാം. മഴ ആയതുകൊണ്ടാണ്, മഴയത്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? ഇവിടെയൊക്കെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ പേരമരം. കൂടുതൽ ഈ മരത്തക്കാളിയാണല്ലേ ഇവിടെ കൂടുതലായിട്ടുള്ളത്. ആ ഹാ, ഇതെന്താണ് ചേട്ടാ ഇത്? ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുടയും പിടിച്ചോണ്ട് നടക്കാൻ എത്തി പാടാണ്. എന്നാലും നമ്മൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ വന്ന് എടുക്കാതെ പോകണത് ശരിയല്ല. ഇവിടെ അത് പേരക്കയല്ലേ? ഓ ഇതാണല്ലേ, ഇതാ ഈ നിൽക്കുന്നത്, ഇതാ നിൽക്കുന്നത് അല്ലേ, പ്ലം. എവിടെ? ഓ ദോ അതിന് നിൽക്കുന്നത്, പഴുത്ത് നിൽക്കുന്നത്. അതെ, ഈ പുറകെ നിൽക്കുന്ന പിയർ ഫ്രൂട്ടാണല്ലേ? എപ്പോഴാണ് ഈ പിയർ ഫ്രൂട്ടിൻ്റെ ഒക്കെ സീസൺ പറഞ്ഞാൽ എപ്പോഴാണ്? ഓ ശരി. അപ്പോൾ ഇതാണ് പ്ലം എന്ന് പറഞ്ഞത് അല്ലേ? അത് കുഞ്ഞ്, അത് ചുവന്ന സാധനങ്ങളൊക്കെ അകത്തുണ്ട്. അകത്തൊക്കെ കണ്ടോ, അകത്ത് നല്ല പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ പ്ലം. ഓ ഉണ്ടോ, ചുവന്ന കഴിക്കുന്നുണ്ടോ? സീസൺ ഏതാക്കാ? മെയ് ജൂണിലാണ് സീസൺ. കൊടയും പിടിച്ച് നടക്കാൻ. ഇവിടെ താഴെ ഈ പ്ലമ്മാണെന്ന് തോന്നുന്നു വീണ് നടക്കുന്നത്. മരത്തക്കാളി. ഇത് പീറല്ലേ ഇതാ നിൽക്കുന്ന? സബർജീലിയാണോ ഇത്? സബർജീലി. അല്ല ഇത് സബർജില്ലയല്ലേ? ഓ തന്നെ കോട കീറുണ്ടോ? അതെ, ഭയങ്കര മഴ, ഒരു രക്ഷയുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് കാണിച്ച് തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് പോവാം. ആ ചേട്ടാ, ഈ ജാക്കറ്റ് മാറിക്കോ. ജാക്കറ്റും കൊടുക്കണ്ടേ? ഓ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഴ.
പിടിച്ചു കണ്ടോ, ഇവിടെയാണ് നമ്മൾ വന്നത് കേട്ടോ. സ്നോലൈൻ ഫ്രൂട്ട് ഗാർഡൻ. ഇത് പെരുമല, കാന്തല്ലൂർ. അപ്പോൾ വിസിറ്റിംഗ് ടൈം 9 മണി തൊട്ട് 5 മണി വരെയാണ്. നിങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാം. അതുപോലെ ഗാർഡൻ കാണണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്ന് ഗാർഡൻ കാണാം. പുറത്ത് കിടിലം മഴ, ഒരു രക്ഷയുമില്ല. നമുക്ക് എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് കാന്തല്ലൂർ വന്ന് പെട്ടുപോയെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ഭയങ്കര മഴയാണ്. സാഹചര്യം കണ്ടില്ലേ, ഇങ്ങനെ നനഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ വണ്ടി കയറുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി. എന്തായാലും ഇതുവരെ വന്നത് വെറുതെ ആയില്ല. നമ്മുടെ ഈ ഒരു എപ്പിസോഡ്, നമ്മളെ സെക്കൻഡ് ഡേയിലെ ട്രിപ്പിൻ്റെ എപ്പിസോഡ് നമുക്ക് എന്തായാലും ഇങ്ങനെ കൊണ്ട് നിർത്തേണ്ടി വന്നു. അതിൽ വിഷമമുണ്ട്. എന്നാലും തുടർന്നും നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ കണ്ടല്ലോ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല വീഡിയോ, ഇവിടുത്തെ ഫ്രൂട്ട്സിനെ പറ്റിയുള്ള നല്ല വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരിക. നമ്പർ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിൽ വന്ന് വാങ്ങിക്കാം. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ലോറിയൊക്കെ മാത്രം കയറി പോകണം. റോഡില്ല.